അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്തേക്കുന്ന വർക്ക്. ഒരു ബെഡ്റൂമിൻ്റെ ഡ്രസ്റ്റാണ്. ഒരു നെറ്റ് ബ്രൗണ് വൈറ്റുമായിട്ട് കലർത്തിയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് എക്സാടെക്സിൻ്റെ മാർബിനോ സ്റ്റുക്കോ, അതിലാണ് നമ്മൾ ഈ വർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കണ്ട് മനസ്സിലാക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്തിരുന്നാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പഠിക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഗുണം ചെയ്യുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. ഒരു സ്റ്റെയർ വാൾ ലാൻഡിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. ഒരു ബെഡ്റൂം, നമ്മളിപ്പോൾ ഒരു ബെഡ്റൂം ചെയ്ത് അതിൻ്റെ അരികത്ത് തന്നെയുള്ള സ്റ്റെയർ വാൾ ലാൻഡിങ് സ്റ്റെയർ വാളാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ബ്ലാക്കും വൈറ്റും, അതായത് ഒരു ഫോക്ക് ടൈപ്പ് മാർബിളാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാടെക്സിൻ്റെ മാർബിനോ സ്റ്റുക്കോ, അതിലാണ് നമ്മൾ ഈ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തൊട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന ബ്രൗണിന് വൈറ്റാണ് ഇടുന്നത്. 2 കോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ 2 കോട്ട് ഇട്ടതിന് ശേഷമാണ് ഡിസൈൻ ചെയ്യാൻ പറ്റുള്ളൂ രണ്ടിലും. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഏരിയ കിട്ടുന്നൊരു പ്രോഡക്റ്റ് തന്നെയാണ്. സാധാരണ ചില കമ്പനികൾ 1 കിലോത്തിൻ്റെ പ്രോഡക്റ്റാണ് കൂടുതലും മാർക്കറ്റുകളിൽ ഇറക്കുള്ളൂ. കാരണം എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ 1 കിലോത്തിൻ്റെ ഒരു പ്രോഡക്റ്റ് ഇനി എങ്ങനെ വന്നാലും 1000 രൂപ അടുത്ത് മാർജിൻ ഉണ്ടാവും. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇത് 7 കിലോൻ്റെ ഒറ്റ പാക്കാണ്. അതുകൂടാതെ ഇതിൻ്റെ വാക്സും കൂടി വരുന്നുണ്ട്. അപ്പോൾ വാക്സും നല്ല രീതിയിൽ തന്നെ ഗ്ലെയറും കാര്യങ്ങളും എല്ലാം പെർഫെക്റ്റായിട്ട് കിട്ടുന്നൊരു മെറ്റീരിയൽ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കണ്ട് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാം. എങ്ങനെയാണ് ഇത് ചെയ്യണത്, ഇതിൻ്റെ ഗ്ലെയറും കാര്യം എന്താണ് എന്നൊക്കെ ഉള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാം. ഒരൊറ്റ മെറ്റീരിയലിലാണ് നമ്മൾ 2 കളർ ചെയ്യുന്നത്. ഒന്ന് ബ്ലാക്ക് സാധാരണ എല്ലാവരും സെപ്പറേറ്റ് ആയിട്ടാണ് വരുന്നത്. ഇപ്പോൾ ഇതിൽ അങ്ങനെ വേണ്ട, നിങ്ങൾക്ക് സ്റ്റെയിനർ അപ്ലൈ ചെയ്താൽ തന്നെ നല്ല ബ്ലാക്ക് കിട്ടും. അതാണ് ഈ ഒരു മെറ്റീരിയലിൻ്റെ പ്രത്യേകത. ബാക്കിയുള്ള മെറ്റീരിയലിൽ നമ്മൾ ബ്ലാക്ക് സ്റ്റെയിനർ ഇട്ട് എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേ ഷെയ്ഡേ ആവുള്ളൂ, ബ്ലാക്ക് ആവില്ല. അപ്പോൾ തീർച്ചയായിട്ടും നല്ല, അതായത് നമ്മൾ പുറത്തുനിന്നൊക്കെ വരുന്ന മെറ്റീരിയലിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ബ്ലാക്കിൽ 2 കോട്ട് ബ്ലാക്ക് ഇട്ടതിന് ശേഷം അതിലാണ് നമ്മൾ ചെറുതായിട്ട് വൈറ്റ് കയറ്റണം. വേറെ നല്ലൊരു ഫോക്ക് ടൈപ്പ് ടൈലാണ്, ഒരു മാർബിൾ ഫിനിഷാണ് ഉദ്ദേശിക്കുന്നത്. ഓവറായിട്ട് ബ്ലാക്കിലേക്ക് കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞു. കാരണം ഒരു ലാൻഡിങ് വാൾ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു വൈറ്റും കൂടിയും അതിലൊന്ന് ലൈറ്റ് വൈറ്റായിട്ട് നമ്മൾ അതിലൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. വേറെ ഒന്നുമില്ല, അല്ലെങ്കിൽ തനി ബ്ലാക്കായി പോകും. അപ്പോൾ ബ്ലാക്കിൽ നിന്നും ചെറിയൊരു ഡിഫറെൻ്റായിട്ട് ആണ് നമ്മൾ ഇതിനെ ചെയ്തെടുക്കുന്നത്. കാരണം വേറെ ഒരു 4-5 ബ്ലേഡ് കൊണ്ടുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ വ്യക്തമായിട്ട് മനസ്സിലാവും നമ്മളെങ്ങനെയാണ് ഇത് കളർ ചെയ്യണമെന്നുള്ളതൊക്കെ. വാട്ടർ പേപ്പർ യൂസ് ചെയ്യണം. അപ്പോൾ ഏതാണ് നമ്പർ എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുള്ളവർക്ക്, ഇത് ചെയ്യാൻ താല്പര്യമുള്ളവർക്കും വിളിക്കാം. ഏതൊക്കെ വാട്ടർ പേപ്പറാണ് നമ്മളിതിൽ യൂസ് ചെയ്തേക്കുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും ഡയറക്റ്റ് വിളിക്കുകയോ അല്ലെങ്കിൽ കമൻറ്റിൽ ചോദിക്കുകയോ ചെയ്താൽ തീർച്ചയായിട്ടും പറഞ്ഞുതരാം. ഇതാണ് കമ്പനി ഇറക്കിയേക്കുന്ന വാക്സ്. ഈ ഒരു വാക്സിലാണ് നമ്മൾ ബഫ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ ബ്ലേഡ് കൊണ്ട് തന്നെ നല്ല രീതിയിൽ വാക്സ് ഇടുക. വടിച്ചിട്ടാൽ മതി, അധികം കനമൊന്നും കൂട്ടരുത്. നമ്മൾ വടിച്ചിട്ടാൽ നല്ല ഏരിയ കിട്ടുന്ന വാക്സാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വടിച്ചിടാം. അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ ബഫർ അടിക്കുന്നത്.
കാര്യമായിട്ട് നല്ലൊരു പ്രോഡക്റ്റ് തന്നെയാണ്, ഒരു രക്ഷയില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എങ്ങനെ ഇരിക്കുന്നു ഇതിൻ്റെ വർക്കും കാര്യങ്ങളും, അതായത് മരത്തിൻ്റെ അതിൻ്റെ ഫിനിഷിങ്ങും എല്ലാം പെർഫെക്റ്റ്ലി പക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർ വിളിക്കേണ്ട നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം. തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർക്ക് വിളിക്കാം. അതേമാതിരി തന്നെ ഈ വർക്കിൻ്റെ ഡീറ്റെയിൽ നിങ്ങൾക്ക് എന്ത് ഹെൽപ്പിനാണെങ്കിലും വിളിച്ചാലും വർക്ക് സംബന്ധമായ കാര്യത്തിന് ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറഞ്ഞു തരും. കാരണം വിളിക്കുന്നവർക്കൊക്കെ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ആര് വിളിച്ചാലും എങ്ങനെ ചെയ്യണം എങ്ങനെയാണെന്നുള്ള രീതിയിൽ നമ്മളിതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. ഇല്ല, നമ്മൾ പറഞ്ഞു കൊടുക്കണതിന് അനുസരിച്ച് ഒരുപാട് പേര് ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. കാരണം നമ്മൾ പറഞ്ഞു കൊടുക്കും കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ചെയ്തിട്ട് ഒരുപാട് പേര് അവർ ചെയ്ത വർക്കിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമുക്ക് അയക്കാറുണ്ട്. അപ്പോൾ അത് തന്നെ കാണുമ്പോൾ തന്നെ സന്തോഷമാണ്, കാരണം നല്ല രീതിയിൽ അവരൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൂടാതെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അതുകൂടാതെ നിങ്ങളുടെ കമൻറ്റ്, ഈ വർക്കിനെ കുറിച്ചുള്ള കമൻറ്റും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ.